അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് എടുത്ത ലെസന് എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ട് എന്നാണ് മിസ് വിചാരിക്കുന്നത്. കാരണം മിസ്സിന് ഒരുപാട് റിപ്ലൈ കിട്ടി. മിസ് ചോദിച്ച ചോദ്യത്തിന് മിസ്സിന് ഒരുപാട് റിപ്ലൈ കിട്ടി. എന്ത് ചോദ്യമാണ് മിസ് ചോദിച്ചത്? ആരെക്കുറിച്ചാണ് ചോദിച്ചത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ആരെക്കുറിച്ച് നമ്മൾ പറഞ്ഞത്? നമ്മുടെ ശംഭുവിനെ കുറിച്ച് അല്ലേ? ശംഭു ആരായിരുന്നു? ശംഭു മുസാരിയുൻ മുജ്തഹിദുൻ. ശംഭു വളരെ ഹാർഡ് വർക്കറായ ഒരു കൃഷിക്കാരൻ അല്ലേ? ശംഭുവിന് ഒരു മകനുണ്ട്. മകൻ്റെ പേരെന്താണ്? മകൻ്റെ പേര് ജംബു. ജംബു ആണെങ്കിൽ ലേസി അല്ലേ, മടിയനായ ഒരാളാണ്. അങ്ങനെ ശംഭുവിന് വയസ്സായി തുടങ്ങി. ശംഭുവിന് കൃഷി ഒന്നും ചെയ്യാൻ വയ്യ. അപ്പോൾ നമ്മുടെ ശംഭു എന്ത് ചെയ്തു? ജംബുവിനോട് എന്താണ് പറഞ്ഞത്? എൻ്റെ കൃഷിസ്ഥലത്തോട്ട് ഇനി മുതൽ നീ പോകണം. പക്ഷേ നമ്മുടെ ശംഭു ജംബുവിനൊരു അഡ്വൈസ് കൊടുത്തു അല്ലേ? എന്തായിരുന്നു അഡ്വൈസ്? ലാ തദ്ഹബ് വലാ തർജിഅ ഫിശ്ശംസി. നീ എന്ത് ചെയ്യാൻ പാടില്ല? സൂര്യൻ ഉള്ള സമയത്ത് പോകാനും പാടില്ല, അതുപോലെ തന്നെ തിരിച്ച് വരാനും പാടില്ല. അപ്പം മിസ് നിങ്ങൾക്ക് തന്ന ടാസ്ക് എന്തായിരുന്നു? ഇങ്ങനെ ഉപദേശം കൊടുത്തപ്പോൾ നമ്മുടെ ജംബു എന്താണ് ചെയ്തിട്ടുണ്ടാവുക അല്ലേ? ഇങ്ങനെ ഉപദേശം കൊടുത്തപ്പോൾ നമ്മുടെ ജംബു എന്താണ് ചെയ്തത്? മിസ് ഇത് നിങ്ങൾക്കൊരു ടാസ്ക് ആയിട്ട് തന്നിരുന്നു. കുറേ പേര് മിസ്സിന് വോയിസ് അയച്ചു. താങ്ക് യു ഫോർ ദാറ്റ്. കാരണം മക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല നല്ല റിപ്ലൈ മിസ്സിന് കിട്ടി. അപ്പോൾ ഒരു റിപ്ലൈ മിസ്സിന് കിട്ടിയത്, ശംഭു രാത്രിയായിരിക്കും മിസ് കൃഷിസ്ഥലത്തേക്ക് പോയിട്ടുണ്ടാവുക. പിന്നെ ശംഭു കുട ഉപയോഗിച്ചിട്ട് പോയിട്ടുണ്ടാവും മിസ്സേ. പിന്നെ മിസ്സിന് കിട്ടിയത് ശംഭു ഏർലി മോർണിംഗിൽ പോയിട്ട് ഈവനിങ്ങിൽ തിരിച്ച് വരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് എന്താ പറയുക റിപ്ലൈ മിസ്സിന് കിട്ടി. റിപ്ലൈ തന്ന എല്ലാ മക്കൾക്കും ബിഗ് താങ്ക്സ്. മിസ്സ് പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ ജംബു എന്താണ് ചെയ്തിട്ടുണ്ടാവുക. നമുക്കൊന്ന് നോക്കിയാലോ? അങ്ങനെ നമ്മുടെ ജംബു എന്ത് ചെയ്തു? അവൻ്റെ വാപ്പയുടെ ഉപദേശം കേട്ടിട്ട് അതിങ്ങനെ ഇന്ന് ആലോചിച്ചു, ഇനി എങ്ങനെ പോവപ്പോൾ? വെയിൽ കൊള്ളണ കാരണമായിരിക്കും ഫാദർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ എന്ത് ചെയ്തു? അവൻ്റെ വാപ്പയുടെ കുട ഇരിക്കുന്നവൻ കണ്ടു. ജംബു എന്ത് ചെയ്തു? അവൻ്റെ വാപ്പയുടെ കുടയൊക്കെ ചൂടി അവൻ എന്ത് ചെയ്തു? കൃഷിസ്ഥലത്തേക്ക് പോന്നു. വഫിൽ ഗദി വസ്വല ജംബു ഇലൽ മസ്റഅതി ഇംതല ഖൽബുഹു ബിൽ ഫറഹിൻ വസുറൂർ. വഫിൽ ഗദി, പിറ്റേ ദിവസം എന്ത് ചെയ്തു? വസ്വല ജംബു എത്തി ഇലൽ മസ്റഅതി, കൃഷിസ്ഥലത്ത്. ഇംതല ഖൽബുഹു ബിൽ ഫറഹിൻ വസുറൂർ. അവിടെ എത്തിയപ്പോഴോ അവൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് അങ്ങോട്ട് നിറഞ്ഞു. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട്. എന്തെല്ലാം കാഴ്ചകളാണ് നമ്മുടെ ജംബു അവിടെ കണ്ടിട്ടുണ്ടാവുക? അവൻ്റെ ഫാദറിൻ്റെ കൃഷിസ്ഥലത്ത് എന്തെല്ലാം കാഴ്ചകളാവും കണ്ടിട്ടുണ്ടാവുക? എന്തുകൊണ്ടായിരിക്കും അവൻ്റെ മനസ്സ് നിറഞ്ഞിട്ടുണ്ടാവും സന്തോഷം കൊണ്ട്? അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ? ഓക്കെ, അപ്പോൾ നമുക്ക് പാഠം നോക്കിയാലോ? അപ്പോൾ നമ്മുടെ ലെസൻ്റെ പേര് മസ്റഅത്തുൻ ജമീലത്തുൻ. എന്താ ലെസൻ്റെ പേര്? മസ്റഅത്തുൻ ജമീലത്തുൻ. മസ്റഅത്തുൻ എന്ന് വെച്ചാൽ ഫീൽഡ്, കൃഷിസ്ഥലം. ജമീലത്തുൻ ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ ജമീലത്തുൻ. അപ്പം മസ്റഅത്തുനോ? ഫീൽഡ്, കൃഷിസ്ഥലം. മസ്റഅത്തുൻ ജമീലത്തുൻ. അപ്പം അത് മിസ് ലെസൺ ഒന്ന് വായിച്ചു തരാം. ഹാദിഹി മസ്റഅത്തുൻ ജമീലത്തുൻ ഫിഹ അസ്ഹാറുൻ കസീറത്തുൻ വനബാതാത്തുൻ സ്വഗീറത്തുൻ വഅഷ്ജാറുൻ കബീറത്തുൻ. ഹുന ഖളറവാത്തുൻ മുഖ്തലിഫ ബാമിയ, ടൊമാറ്റീൻ, ഖിയാർ,
عدس فلفل باذنجان هناك أثمار لذيذة موز مانجا جوافة بابايا هذا منظر جميل ഇനി നമ്മുടെ ശംഭുവിൻ്റെ മനസ്സ് നിറയാൻ എന്താണ് കാരണം? സന്തോഷം കൊണ്ട് നിറയാൻ എന്താണ് കാരണം? അവിടെ എന്തെല്ലാം കാഴ്ചകളാണ് നമ്മുടെ ജംബു കണ്ടത്? എന്തെല്ലാം കാഴ്ചകളാണ് ജംബു കണ്ടത്? അവിടെ എന്തൊക്കെയുണ്ട്? മക്കളൊന്ന് പറഞ്ഞ് അവിടെ എന്തൊക്കെയുണ്ട്? അവിടെ ഒരുപാട് പച്ചക്കറികളുണ്ട് അല്ലേ, വെജിറ്റബിൾസ് ഉണ്ട് അല്ലേ, ഖലറവാത്ത് ഉണ്ട്. ഖലറവാത്ത് മാത്രമാണ് അവിടെ ഉള്ളത്? അല്ല, ഫവാക്കിഹും ഉണ്ട് അല്ലേ. ഓക്കെ, പിന്നെ എന്തൊക്കെയുള്ളത് അവിടെ? ട്രീസ് ഉണ്ട് അല്ലേ, മരങ്ങളുണ്ട്. അപ്പം നമുക്ക് നോക്കാം എന്താണ് നമ്മുടെ ജംബു അവിടെ കണ്ടത്. ഹാദിഹി മസ്റഅത്തുൻ ജമീലത്തുൻ. ഇത് വളരെ ഭംഗിയുള്ള ഒരു കൃഷിസ്ഥലമാണ്. ഫിഹ അവിടെയുണ്ട് അസ്ഹാറുൻ പൂക്കളുണ്ട്. കസീറത്തുൻ ഒരുപാട് പൂക്കളുണ്ട് അവിടെ, ഫ്ലവേഴ്സ് ഒരുപാടുണ്ട്. വനബാതാത്തുൻ പ്ലാന്റ്സ് ഉണ്ട്, ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് അവിടെ. സ്വഗീറത്തുൻ ചെറിയ സ്മോൾ കുഞ്ഞു കുറേ ചെടികളും അതുപോലെ ഒരുപാട് പൂക്കളും അവിടെയുണ്ട്. പിന്നെന്തുണ്ട്? വ അഷ്ജാറുൻ കബീറത്തുൻ വലിയ മരങ്ങളുണ്ട്. അഷ്ജാർ ട്രീസ്, വൺ ട്രീ അല്ല, മെനി ട്രീസ്. അഷ്ജാറുൻ കബീറത്തുൻ വലിയ മരങ്ങളുണ്ട്. ഹുന അവിടെയുണ്ട് ഖലറവാത്തുൻ മുഖ്തലിഫ ഡിഫറെൻ്റ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഉണ്ട്, അതായത് പലതരത്തിലുള്ള പച്ചക്കറികളുണ്ട്. ഏതൊക്കെയാണ് വെജിറ്റബിൾസ്? ബാമിയ, ലേഡീസ് ഫിംഗർ, ബാമിയ ലേഡീസ് ഫിംഗർ. ടൊമാറ്റീം ടൊമാറ്റോ. ഖിയാർ കുക്കുംബർ. അദസ് പയർ. ഫുൽഫുൽ പെപ്പർ എന്ന് പറയും, അല്ലെങ്കിൽ ചില്ലി, മുളകില്ലേ, മുളക്. ഫുൽഫുൽ ചില്ലി എന്ന് പറയും, പെപ്പർ അതും പറയും. ബാദിഞ്ചാൻ ബ്രിഞ്ചാൽ വഴുതനങ്ങ ബാദിഞ്ചാൻ ബ്രിഞ്ചാൽ. അപ്പം എന്തൊക്കെയുണ്ട് അവിടെ? ബാമിയ, ടൊമാറ്റീം, ഖിയാർ, അദസ്, ഫുൽഫുൽ, ബാദിഞ്ചാൻ. നമുക്ക് ആ പിക്ചർ നോക്കിയാൽ കാണാമല്ലോ എന്തൊക്കെയുണ്ടെന്ന്. ഹുനാക്ക അസ്മാറുൻ ലദീദത്തുൻ അതുപോലെ തന്നെ ഒരുപാട് ഫ്രൂട്ട്സുമുണ്ട്, വളരെ ടേസ്റ്റിയായ. ലദീദ മീൻ ടേസ്റ്റിയായ ഫ്രൂട്ട്സുമുണ്ട്. ഏതൊക്കെയാണ് ആ ഫ്രൂട്ട്സ്? മൗസുൻ ബനാന പഴമുണ്ട് അല്ലേ. മാഞ്ച മാംഗോ മാങ്ങ. ജുവാഫ ഗുവ പേരയ്ക്ക, ജുവാഫ ഗുവ. ബബായ പപ്പായ. ഹദ മൻലറുൻ ജമീലുൻ ഇതാണ് വളരെ ഭംഗിയുള്ള കാഴ്ച. അപ്പം എന്തൊക്കെയുണ്ട്? ഹുനാക്ക അസ്മാറുൻ ലദീദ മൗസുൻ മാഞ്ച ജുവാഫ ബബായ. അപ്പോൾ നമ്മുടെ ജംബു അവൻ്റെ ഫാദറിൻ്റെ കൃഷിസ്ഥലത്ത് കണ്ട കാഴ്ചകൾ ഇതൊക്കെ. എന്തൊക്കെയാണ് അവൻ കണ്ടത്? ആദ്യം കണ്ടപ്പോൾ അവൻ്റെ മനസ്സങ്ങോട്ട് നിറഞ്ഞു അല്ലേ. വളരെ മനോഹരമായ, വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു കൃഷിസ്ഥലം. ഫിഹ അവിടെ ഉണ്ട് എന്ത്? അസ്ഹാറുൻ കസീറ ഒരുപാട് പൂക്കളുണ്ട്. വനബാതാത്തുൻ സ്വഗീറ ചെറിയ ചെടികളുണ്ട്. വഷ്ജാറുൻ കബീറ വലിയ മരങ്ങളുണ്ട്. അതുകൂടാതെ എന്തുണ്ട് അവിടെ? ഹുനാ ഖലറവാത്തുൻ മുഖ്തലിഫ പലതരത്തിലുള്ള പച്ചക്കറികളുണ്ട്. ഏതൊക്കെയാണ്? ബാമിയ, ടൊമാറ്റീം, ഖിയാർ, അദസ്, ഫുൽഫുൽ, ബാദിഞ്ചാൻ. അതുകൂടാതെ എന്തുണ്ട്? വളരെ ടേസ്റ്റിയായ ഫ്രൂട്ട്സുമുണ്ട്. മൗസുൻ, മാഞ്ച, ജുവാഫ, ബബായ. ഇങ്ങനെ ഫ്രൂട്ട്സും അതുപോലെ തന്നെ വെജിറ്റബിൾസും ഫ്ലവേഴ്സും ട്രീസും പ്ലാന്റ്സും ഒക്കെ നിറഞ്ഞ വളരെ മനോഹരമായ ഒരു തോട്ടമായിരുന്നു അവൻ്റെ ഫാദറിൻ്റേത്.
അങ്ങനെ ഈ കാഴ്ചകളെല്ലാം കണ്ട് നമ്മുടെ ജംബു ഇങ്ങനെ നടന്നു. മഷാ ജംബു ഫിൽ മസറാത്തി. അങ്ങനെ ജംബു ഇങ്ങനെ കൃഷിസ്ഥലത്തേക്ക് നടന്നു. ഫയതമത്തൗ ബിജമാലിഹ. ആ കൃഷിസ്ഥലത്തിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട്. ഫസമിയ സൗതമ്യം കരീബ്. അപ്പോഴാണ് അടുത്തു നിന്നൊരു സൗണ്ട് കേട്ടത്. മൻ ഹു, ആരാണത്? ഇൽത്തഫ ജംബു. ജംബു എന്ത് ചെയ്തു? തിരിഞ്ഞു നോക്കി. അന ഖിയാർ. അപ്പം എന്ത് പറഞ്ഞു? ഞാൻ കുക്കുംബറാണ്. തകാൽ, വരൂ. ഇക്തറബ ജംബു മേൽ ഖിയാരി. അങ്ങനെ ജംബു എന്ത് ചെയ്തു? നമ്മുടെ ഖിയാറിൻ്റെ അടുത്തേക്ക് ചെന്നു. ഇനി നമ്മുടെ കുക്കുംബറും ജംബുവും തമ്മിലുള്ള കോൺവെർസേഷനാണ് നടക്കുന്നത്. അങ്ങനെ നമ്മുടെ ഖിയാർ നമ്മുടെ കുക്കുംബർ നമ്മുടെ ജംബുവിനോട് എന്തോ ഒന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ ജംബു പറഞ്ഞു, അന ജംബു. ഞാൻ ആരാണ്? ജംബുവാണ്. ഇബ്നു സ്വാഹിബുൽ മസ്റാത്ത്. ഈ കൃഷിസ്ഥലത്തിൻ്റെ ഉടമയുടെ മകനാണ് ഞാൻ. അപ്പം എന്തായിരിക്കും നമ്മുടെ ജംബുവിനോട് ഖിയാർ ചോദിച്ചിട്ടുണ്ടാവുക? മൻ ഹാദ, അല്ലെങ്കിൽ മൻ ഹാദ, നീ ആരാണ് അല്ലേ? നീ ഹു ആർ യു? അപ്പോഴാണ് നമ്മുടെ ജംബു എന്ത് പറഞ്ഞിട്ടുണ്ടാവുക? അന ജംബു ഇബ്നു സ്വാഹിബുൽ മസ്റാത്ത്. ഞാൻ ജംബുവാണ്, ഈ കൃഷിസ്ഥലത്തിൻ്റെ ഉടമയുടെ മകൻ. അപ്പോൾ ഖിയാർ എന്തോ ചോദിച്ചു. അപ്പോൾ ജംബു പറഞ്ഞു, ഹാദിഹി ഷംസിയത്തു അബി. ഇതെൻ്റെ വാപ്പയുടെ, ഫാദറിൻ്റെ കുടയാണ്. അപ്പോൾ എന്തായിരിക്കും ജംബു ചോദിച്ചിട്ടുണ്ടാവുക? മഹാദിഹി, ഇതെന്താ അല്ലേ? അല്ലെങ്കിൽ മാതാഫി യദിക്ക, എന്താ നിൻ്റെ കയ്യിൽ അല്ലേ? അപ്പോഴാണ് നമ്മുടെ ജംബു പറഞ്ഞിട്ടുണ്ടാവുക എന്ത്? ഹാദി ഷംസിയത്തു അബി. ഇതെൻ്റെ വാപ്പയുടെ കുടയാണ്. അപ്പോൾ ഖിയാർ വീണ്ടും ചോദിച്ചു, മാറഅയ്തുഹ ഇന്ദ അബീക്ക. നിൻ്റെ വാപ്പാനെ ഇപ്പോഴൊന്നും കാണാറില്ലല്ലോ. അയിന അബൂക്ക. നിൻ്റെ വാപ്പ എവിടെ പോയി? ഇപ്പോഴായി പിന്നെ ഫാദറിനെ, ഉപ്പാനൊന്നും കാണുന്നില്ലല്ലോ. എന്ത് പറ്റി നിൻ്റെ വാപ്പയ്ക്ക്? അപ്പം ജംബു എന്ത് പറഞ്ഞു? വാപ്പ എവിടെയാണോ? എൻ്റെ വാപ്പ എവിടെയാണ്? ഹുവ ഫിൽ ബൈറ്റ്സ്. അപ്പ എവിടെയുണ്ട്? വീട്ടിലുണ്ട്. ഹുവ ആജിസുൻ. പക്ഷേ തീരെ വയ്യ അല്ലേ? തീരെ ഒട്ടും വയ്യ. ആളെ എവിടെയുണ്ട്? വീട്ടിലുണ്ട്. അപ്പോൾ ഖിയാർ പറഞ്ഞു, ഷഫാഹുല്ലാഹു. അള്ളാഹു എന്ത് ചെയ്യട്ടെ? ഷിഫ ആക്കട്ടെ. അപ്പോൾ ജംബു എന്ത് പറഞ്ഞു? ശുക്രൻ. ജംബു ശുക്രൻ പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ മക്കൾ എന്താ ചെയ്യേണ്ടതെന്ന്, നമ്മൾ ഈ ലെസണിൽ പറഞ്ഞിരിക്കുന്ന ഫ്രൂട്ട്സിൻ്റെ പേരും വെജിറ്റബിൾസിൻ്റെ പേരും നന്നായിട്ട് ബൈ ഹാർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ലെസൺ നന്നായിട്ട് റീഡ് ചെയ്യുകയും വേണം. അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ വെജിറ്റബിൾസിൻ്റെ പേര് നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ്. നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മിസ്സിൻ്റെ ക്ലാസ് മനസ്സിലാവും എന്ന് മിസ് വിചാരിക്കുന്നു. ഇനി മക്കൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മിസ്സിനോട് ചോദിക്കാം. ഓക്കെ.